1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ഇന്ന് സെന്റ് ജോൺ സൺഡേ സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂളിലെ കൊച്ചുകുട്ടികൾക്കായി കളറിംഗ്, കോട്സ് റീഡിംഗ് എന്നീ പരിപാടികളും മറ്റു കുട്ടികൾക്കും അധ്യാപകർക്കുമായി റീഡിംഗ് റിലേ എന്ന പേരിൽ ബൈബിൾ റെഫറൻസ് റീഡിംഗ്, അതുപോലെ ക്വിസ് മത്സരങ്ങളും നടത്തുകയാണ്. നമ്മുടെ അടുത്ത പ്രോഗ്രാം റീഡിംഗ് റിലേ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈബിൾ റെഫറൻസ് പറയും. രണ്ട് ടീമിലും മൈക്കുണ്ട്. എത്രയും പെട്ടെന്ന് ആ പറയുന്ന റെഫറൻസ് കണ്ടുപിടിച്ച് അപ്പോഴേ ആരാണോ ആദ്യം വായിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ് ചാൻസ്. ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ആദ്യം എടുത്ത് വായിക്കുന്നത് അവർ അന്നേരം തന്നെ കൈ പൊക്കിയേക്കണം, എന്നിട്ട് എഴുന്നേറ്റ് വായിക്കുക കേട്ടോ. ആദ്യം കൈ പൊക്കുക, എന്നിട്ട് എഴുന്നേറ്റ് മൈക്ക് ഉപയോഗിച്ച് വായിക്കുക. ഓക്കെ, തുടങ്ങട്ടെ. ഓക്കെ, ഇരമ്യാവ് 38 അധ്യായം 6 വാക്യം. ഇരമ്യാവ് 38 അധ്യായം 6 വാക്യം. അവർ ഇരമ്യാവെ പിടിച്ച് കാവൽപുരമറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള. ശരിയാണ്. നെഹമ്യാവ് 12 അധ്യായം 13 വാക്യം. നെഹമ്യാവ് 12 അധ്യായം 13 വാക്യം. എസ്രാ കുലത്തിന് മെശുല്ലാം, അമര്യ കുലത്തിന് യഹോഹാനാൻ, മല്ലു കുലത്തിന് യോനാ. ശരിയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 8 അധ്യായം 12 വാക്യം. രാജാക്കന്മാരുടെ പുസ്തകം 8 അധ്യായം 12 വാക്യം. ഒന്ന് രാജാക്കന്മാർ 8 അധ്യായം 12 വാക്യം. അപ്പോൾ ശലോമോൻ കൂരിരുളിൽ വസിക്കുമെന്നു യഹോവ അരുളി ചെയ്തു. ശരിയാണ്. ഹോശയ 5 അധ്യായം 10 വാക്യം. ഹോശയ 5:10 വാക്യം. അഞ്ചാം അധ്യായം 10 വാക്യം. യഹൂദ പ്രഭുക്കന്മാർ അതിൽ മാറ്റുന്നവരെ പോലെ ആയി തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും. ശരിയാണ്. എഹെസ്കേൽ 36:18. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയ നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ശരിയാണ്. ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യം. ആവർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യം. മോശെ മരിക്കുമ്പോൾ അവൻ 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ശരിയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9 വാക്യം.
2 തിമോത്തിയോസ് 3-ാം അധ്യായം 9-ാം വാക്യം. മൂന്നാം അധ്യായം 9-ാം വാക്യം. അവർ അധികം മുഴുക്കിയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. ശരിയാണ്. ഇയ്യോബ് 33:16. ഇയ്യോബ് 33:16. ഇയ്യോബ് 33:16. അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ശരിയാണ്. ഉത്തമഗീതം 6-ാം അധ്യായം 5-ാം വാക്യം. ഉത്തമഗീതം 6-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്ക, അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ്. ശരിയാണ്. ദിനവൃത്താന്തം 10-ാം അധ്യായം 12-ാം വാക്യം. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 10-ാം അധ്യായം 12-ാം വാക്യം. അതിവിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവൻ കൊത്തുപണിയായ 2 കെരൂബുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. യെഹെസ്കേൽ 11-ാം അധ്യായം 7-ാം വാക്യം. യെഹെസ്കേൽ 11:7. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം. ശരിയാണ്. അടുത്തായി കുട്ടികൾക്ക് പിരിഞ്ഞു പോവാം. ഇതേ സ്ഥാനത്ത് ഓരോ ഗ്രൂപ്പിലെയും ടീച്ചേഴ്സിന് വന്നിരിക്കാം. ആദ്യത്തെ റെഫറൻസ് പറയാണ് എബ്രായർ 11-ാം അധ്യായം 17-ാം വാക്യം. എബ്രായർ 11:17. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ശരിയാണ്. നെഹമ്യാവ് 2-ാം അധ്യായം 16-ാം വാക്യം. 2:16. 2:16. ഞാൻ എവിടെ പോയി എന്നും എന്ത് ചെയ്തുവെന്നും പ്രമാണികളാരും അറിഞ്ഞില്ല. ശരിയാണ്. എഫേസ്യർ 4:31. എഫേസ്യർ 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമാണ്. ശരിയാണ്. യോശുവ 7-ാം അധ്യായം 7-ാം വാക്യം. യോശുവ 7:7. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനു നീ ഈ ജനത്തെ യോർദാനക്കരെ കൊണ്ടുവന്നു എന്തോ. ഞങ്ങൾ ശരിയാണ്. സങ്കീർത്തനങ്ങൾ 28:5. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായകൊണ്ട്. ശരിയാണ്. ഇരമ്യാവ് 48:11. ഇരമ്യാവ് 48:11. മോവാബ് ബാല്യം മുതൽ ശൗര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. ജൂൺ 19 വായനാ ദിനമായതിനാൽ നമ്മുടെ ഇടവകയിലെ ലൈബ്രറി വിഭാഗം നടത്തിയ കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ വിവിധ ഗ്രന്ഥകാരന്മാർ രചിച്ച വരികൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ്.
Reading is dreaming with open eyes. ശരീരത്തിന് വ്യായാമം, മനസ്സിന് വായന. A room without book is like a body without a soul. A book is a gift you can open again and again. പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കൾ. വായിച്ചാൽ വളരും, വായിച്ചിട്ട് വിളരും. Tomorrow a reading, today a leader. Today a reader, tomorrow a leader. ഈ കുട്ടികൾക്കെല്ലാം നമ്മുടെ അസിസ്റ്റന്റ് അച്ഛന് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. റീഡിംഗ് ഡേയോട് അനുബന്ധിച്ച് നടത്തിയ ബൈബിൾ റീഡിംഗ് കോമ്പറ്റീഷനിൽ ഗ്രൂപ്പ് എക്ക് 20 പോയിൻറ്റും ഗ്രൂപ്പ് ബിക്ക് 100 പോയിൻറ്റും. ടീച്ചേഴ്സിൻ്റെ നടത്തിയിൽ 2 പേർക്ക് ഈക്വലായിട്ടാണ് 30-30.